ഹനീന, ഇപ്പോൾ 2 ആഴ്ചയാകുന്നു നിങ്ങളുടെ സമരം തുടങ്ങിയിട്ട്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 19-ാം തീയതി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നു. 5 ദിവസം കഷ്ടിയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ എന്താണ്? തീർച്ചയായിട്ടും മാഡം, ഞങ്ങളുടെ ലിസ്റ്റ് തീരാൻ വെറും 5 പ്രവൃത്തി ദിവസം മാത്രമേ പ്രവൃത്തി ദിവസം ഇല്ല. അതിൽ ഇനിയും മുടക്ക് ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുടെ കിരണം മുൻനിർത്തി തന്നെയാണ് ഇന്നും ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ 500ഓളം വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പല വിഷമങ്ങളും പറയാൻ പറ്റാണ്ട് വിങ്ങി മുട്ടി ഈ വിഷുദിനത്തിൽ അവിടെ ഇരിക്കുന്ന കുറേ കുട്ടികളുണ്ട്, എൻ്റെ കൂട്ടുകാരികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രതിനിധിയായിട്ട് ഞങ്ങളുടെ വിഷമം എങ്ങനെയെങ്കിലും സർക്കാരിനെ അറിയിക്കണം, അല്ലെങ്കിൽ സർക്കാർ അതിനുവേണ്ടി കണ്ണ് തുറക്കണം എന്നൊരു അപേക്ഷയുമായിട്ടാണ് ഈ നിമിഷവും ഞങ്ങളിവിടെ തുടരുന്നത്. മാഡം, നിലവിൽ ഇതിൽ നിങ്ങൾക്ക് 964 പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ 235 പേർക്ക് നിയമനം ലഭിച്ചു. ഇനിയും 700-ലേറെ പേർ നിയമനം കാത്തിരിക്കുന്നു. ഇതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം. അത് ഒരു നിയമനം നൽകുന്നതിലേക്ക് സർക്കാരിന് പോകുന്നത് കൊണ്ട് എവിടെയാണ് പ്രശ്നം എന്നുള്ളതാണോ നിങ്ങളുടെ ചോദ്യം? അതെ, തീർച്ചയായിട്ടും എവിടെയാണ് പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ 11 മാസക്കാലമായിട്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും തൊട്ട് മുന്നിലുള്ള ലിസ്റ്റാണ് പരിശോധിക്കുക. അപ്പോൾ 700-ഉം 1000-ഉം 815 വേക്കൻസികൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു എക്സാം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെന്താ ആദ്യം നോക്കുക? PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി തീർച്ചയായിട്ടും നോക്കുക എത്ര പേര് ഇതിനു മുന്നേ പോയി, ഞാൻ അതിലെഴുതി കഴിഞ്ഞ് എനിക്ക് കിട്ടുമോ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിരുന്നു ഞങ്ങൾക്ക്. ഓരോ വർഷമാണ് ഈ ലിസ്റ്റ് വരുന്നത്. എല്ലാവർക്കും അറിയാം, CPO എന്നുള്ള ലിസ്റ്റ് 1 വർഷ കാലാവധിയുള്ളൂ. അപ്പോൾ ആ ഒരു വേക്കൻസി കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിലിറങ്ങും. കാരണം ഫിസിക്കലും കൂടിയുള്ള ഒരു തസ്തികയാണ്. 3 ലക്ഷം ഉദ്യോഗാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ്. അതിൽ നിന്നും പരീക്ഷ എഴുതി വെറും എത്രയാ 3200 പേരെടുത്തു. അതിൽ നിന്നും ഫിസിക്കലി കഴിഞ്ഞ് വെറും 964 പേരെടുത്തു. അപ്പോൾ നമുക്ക് പ്രതീക്ഷകൾ കൂടുകയാണ്. തൊട്ട് മുന്നുള്ള ഇയറുകളിൽ അത്രയും വേക്കൻസികൾ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ 15% വനിതാ പ്രാതിനിധ്യം കൂട്ടുമെന്നുള്ള പ്രഖ്യാപനവും അതും കൂടി ആകുമ്പോൾ നമ്മൾ വളരെയധികം പ്രതീക്ഷിക്കും. അങ്ങനെ 11.5 മാസം ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. പക്ഷേ വെറും 19 വേക്കൻസിയാണ് ഞങ്ങൾക്ക് അനുവദിച്ച് തന്നത്. കാരണം 8-ാം മാസമാണ് ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു സെറ്റിനെ സർക്കാർ ഞങ്ങൾ എടുത്തുകിടുന്ന ഒരു ബാച്ചിനെ. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ വർഷങ്ങളിൽ ഈ സമയം ഇപ്പോൾ 2ഉം 3ഉം ബാച്ചും കയറി. ഞങ്ങൾ ഇവിടുന്ന് ആകെ 215 പേരാണ് ആദ്യത്തെ ബാച്ചിൽ കയറിയത്. പിന്നെ നമുക്ക് അനുവദിച്ചത് 19 വേക്കൻസിയാണ്. പിന്നെയുള്ള വേക്കൻസികളൊക്കെ നമ്മൾ കയറാത്ത കുട്ടികളോട് കയ്യും കാലും പിടിച്ച് നിങ്ങൾ കയറണില്ലെങ്കിൽ NJD തരുമോ ഡിലീഷൻ തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ 117 ഡിലീഷൻ എടുത്തു. ഈ കണക്കൊന്നും അവരുടെ കയ്യിലില്ല. നമ്മൾ 117 ഡിലീഷൻ എടുത്തു, 26 NJD എടുത്തു. അത് നമുക്ക് ആ കുട്ടികൾക്ക് പകരം വേറെ കുട്ടികൾ കയറും. അതല്ലാതെ നമുക്ക് ഒഴിവുകൾ ആകെ കിട്ടിയിരിക്കണത് 232 ഫ്രഷ് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ചോദിക്കുന്നത് എന്താ പറയുക, കൃത്യമായ കണക്കുകളാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ RTI വെച്ചു. അപ്പോൾ 570 സ്റ്റേഷൻ വേക്കൻസി ഉണ്ട്. ഞങ്ങളിപ്പോൾ അതേ ചോദിക്കുന്നുള്ളൂ. ആ 570-ൽ ഞങ്ങൾക്ക് ഭൂരിഭാഗം വേക്കൻസിയെങ്കിലും ഞങ്ങൾക്ക് തന്നൂടെ? ഒരിക്കലും വിവരാവകാശം എന്നാണോ പറയില്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ച് കുട്ടികൾ. ഹനീന, താങ്കൾ പറയുകയുണ്ടായി കഴിഞ്ഞ കുറച്ചു കാലമായി, എനിക്ക് തോന്നുന്നു 11 മാസം 1 വർഷത്തോളമായി നിങ്ങൾ ഇതിന്റെ പിറകെ നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് കിട്ടുന്നത്? ഇതേ ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിച്ച് കാണുമല്ലോ. തീർച്ചയായിട്ടും മാഡം, പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവർ പറഞ്ഞിട്ടില്ല. കാരണം അവരെപ്പോഴും നമ്മളിപ്പോൾ ഈ 2-ാം തീയതിയാണ് സമരത്തിന് ഇറങ്ങിയത് തന്നെ. അതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ സെക്രട്ടറിയിൽ പോയിട്ടും എല്ലാ അധികാരികളും നമ്മൾ കണ്ടിട്ടുണ്ട്. 500+ അല്ല 1000+ നിവേദനങ്ങൾ പാർട്ടി ഓഫീസുകളിൽ അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ വിഷമിക്കേണ്ട മക്കളെ, പരീക്ഷ എഴുതി കിട്ടിയതല്ലേ, ഫിസിക്കലി കഴിഞ്ഞ് വന്നതല്ലേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേക്കൻസി വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ഫെബ്രുവരി ആവട്ടെ. അപ്പോൾ അപ്പോഴും നമ്മൾ ഗ്രൂപ്പിലുള്ള കുട്ടികളോട് എന്താ പറയുക, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് വേക്കൻസി വരും. അങ്ങനെ എല്ലാവരും പിടിച്ചിരുത്തി ഫെബ്രുവരി ആയിട്ടും മാർച്ചായിട്ടും വേക്കൻസി വരാണ്ടായപ്പോൾ കുട്ടികളൊക്കെ ടെൻഷൻ അടിച്ചു തുടങ്ങി. കാരണം ഓരോ വീട്ടിലെ ഇതിന്റെ ഈ ഉറപ്പ് നൽകാൻ അതിന് അധികാരമുള്ള ആളുകളാണോ, അതിന്റെ അധികാരികളാണോ ഉറപ്പ് നൽകിയത് ഹനീന? അതെ, തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ അധികാരത്തിലിരിക്കുന്ന നല്ല ഉന്നതതല മന്ത്രിമാർ തന്നെ നമുക്ക് ഉറപ്പ് തന്നത്. അത് എടുത്ത് പറയാനാണെങ്കിൽ എന്താ പറയുക, AKG സെൻറ്ററിൽ പോയിട്ടാണെങ്കിലും നമ്മൾ മുഖ്യമന്ത്രിയുടെ CM-ൻ്റെ ഓഫീസിൽ പോയിട്ടാണെങ്കിലും ഹോം സെക്രട്ടറിനെ കണ്ടിട്ടാണെങ്കിലും പല അധികാരികളിൽ നിന്നും ഞങ്ങൾക്ക് ആ ഒരു പോസിറ്റീവാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കുടുക്കിയിരിക്കുന്നത് മാഡം, സത്യം പറഞ്ഞാൽ. പക്ഷെ കിട്ടില്ല എന്ന് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ഇത്രയും
ഒരു എന്താ പറയുക ഒരു വലിയൊരു കുഴിയിലേക്ക് ഞങ്ങൾ അകപ്പെടില്ലായിരുന്നു. ഇതിപ്പോൾ പ്രതീക്ഷയുടെ പൊൻകിരണം വെച്ച് 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 ഞങ്ങൾ ശരിക്കും ഒരു ഗർത്തത്തിൽ അകപ്പെട്ട അവസ്ഥയാണ്. കാരണം 14 ജില്ലത്തെ കുട്ടികൾ, തിരുവനന്തപുരം ജില്ലേനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികൾ ഇത്രയും മഴയത്തും വെയിലത്തും ഇത്രയും ഒരു സേഫ്റ്റി പോലും ഇല്ലാതെയാണ് ഞങ്ങൾ അവിടെ കിടക്കണത്. കാരണം ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. നമുക്ക് സേഫ്റ്റിക്ക് ഒരു പോലീസുകാർ അവിടെ ഇല്ല. അത് ആശാവർക്കർമാരെ പ്രൊട്ടക്ട് ചെയ്യണതാണ്. ഞങ്ങളുടെ ജീവന് പോലും ഭീഷണിയാണ്. അവിടെ പല കഞ്ചാവ് അടിച്ചിട്ടും ഒക്കെ ആൾക്കാർ അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ 10, 30, 50 പെൺകുട്ടികൾ പകലും രാത്രി അവിടെ കിടന്നുകൊണ്ടിരിക്കുക. ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, ആരും അതിനെപ്പറ്റി ചോദിക്കണം കൂടിയില്ല. ചർച്ച പോയിട്ട് എന്താ മക്കളെ നിങ്ങളിവിടെ കിടക്കണേന്ന് പോലും ഒരധികാരി പോലും നമ്മളോടൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ചോദിക്കണത്, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? ഒരു എക്സാം എഴുതിയതാണോ? അല്ലെങ്കിൽ നിയമനമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ മാത്രം ഫിസിക്കലി എന്ന് വെച്ചാൽ മാഡത്തിന് അറിയാലോ, 8 ഐറ്റം പഠിച്ചാലേ 5 ഐറ്റം പാസ്സാവുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളോട് ഇപ്പം ലാസ്റ്റ് സമയം നമ്മൾ പോയപ്പോൾ പറഞ്ഞത്, മുമ്പത്തെ വേക്കൻസിക്ക് ഫുള്ള് കൊടുത്തു, 6 മാസത്തെ മുൻകൂട്ടി കൊടുത്തു, നിങ്ങൾക്കൊന്നും ഇല്ല എന്നാണ്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അവർക്ക് മുൻകൂട്ടി കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് മുൻകൂട്ടി തന്നൂടെ? പിന്നെ എന്തിനാണ് അടുത്ത ലിസ്റ്റിട്ട് ഫിസിക്കലി നടത്തിയിട്ട് ആ കുട്ടികളെയും കൂടി ഇതിലേക്ക് വലിച്ചടച്ചു? അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കും? ഞങ്ങൾക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഈ എല്ലാവരോടും പറയാനുള്ളതും എല്ലാവരോടും ചോദിക്കാനുള്ളതും. ഒരിക്കലും സമരം എന്നുള്ളൊരു വാക്ക് മര്യാദയ്ക്ക് അറിയാൻ പാടില്ലാത്ത കുട്ടികളാണ് ഞങ്ങൾ. അപ്പോൾ എത്രത്തോളം ഞങ്ങളുടെ മനോവിഷമം, ഞങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യേണ്ടതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഓരോ ദിവസവും അധികാരികളൊന്നും ഇത് കാണട്ടെ, ഞങ്ങളുടെ വിഷമം ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഓരോന്നും ചെയ്യണത്. അവിടെ വന്ന് നോക്കിയാൽ എല്ലാവർക്കും അറിയാം, ഒരു ടാർപ്പായമലാണ് ഞങ്ങളെല്ലാവരും കൈ പിടിച്ച് നിൽക്കുന്നത്. അതല്ലാതെ ഒരാളുടെയും ഒരു സഹായവും ഞങ്ങൾക്ക് ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല മാഡം. ശരി, എന്താണ് ഇതിൽ സർക്കാരിന് പറയാനുള്ളതെന്ന്? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം അതിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. പക്ഷേ നിങ്ങളിപ്പോഴും പ്രതീക്ഷയിലാണ് അവസാന നിമിഷം. കാരണം ഇതിനു മുൻപ് സമരം നടന്നപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.